ഉലയ്ക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ഈ ലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനവും നടക്കുന്നില്ലേ? അതായത് 3 ലയങ്ങൾ ഒലിച്ചുപോയി എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പല പുഴകളിൽ നിലമ്പൂർ ചാലിയാർ പുഴയിലൊക്കെ ഈ മൃതദേഹങ്ങൾ ഒലിച്ചു വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. തീർച്ചയായും ശ്രുതി, അവിടുത്തെ ഒരു മണിക്കൂറുകളായി വയനാട് മേഖലയിലെ ഈ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല മേഖലകളിലെ കാഴ്ച എന്ന് പറയുന്നത് അതീവ ദുഃഖകരം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വ്യാപ്തി അളക്കാൻ സാധിക്കുന്നില്ല. അത് കവളപ്പാറ ദുരന്തത്തിനേക്കാളും അപ്പുറത്തേക്ക് ഈ ദുരിതം കടക്കും. അല്ലെങ്കിൽ തിരിച്ചെത്താം. ഇപ്പോൾ റിയാസ് KMR കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിൻ്റെ പ്രവർത്തനം ഊർജിതമാണ്. അവിടെ 6 പേരെയോളം രക്ഷപ്പെടുത്തിയെന്നും അറിയാൻ കഴിയുന്നുണ്ട്. കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മുണ്ടക്കൈ മേഖലയിലേക്ക് സൈന്യവും NDRFും എത്തിയിട്ടുണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തനം സജീവമായി തുടരുകയാണ്. 6 പേരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയത്. മറ്റുള്ളവരെ റോപ്പ് കെട്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി അതായത് നദി മുറിച്ച് കടന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് സൈന്യം ഇപ്പോൾ 6 പേരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ അനാവശ്യമായി ദുരന്ത സ്ഥലങ്ങളിലേക്ക് ആളുകൾ എത്തരുതെന്നുള്ള നിർദ്ദേശം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഈ അധികൃതർ. കാരണം ഈ ആളുകൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് വരുമ്പോൾ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇനിയും എന്തെങ്കിലും ഉരുൾപൊട്ടലടക്കമുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ആളുകൾ വീണ്ടും വീണ്ടും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വലിയ ദുരന്തത്തിലേക്ക് പോകും. സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇതുവരെയായി 93 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതിൽ 7 പേർ പിഞ്ചു കുട്ടികളാണ്. 7 കുട്ടികളാണുള്ളത്. മറ്റ് ആളുകളുമുണ്ട്. സ്വാഭാവികമായും തലയും അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ വേർപെട്ട് കിടക്കുന്ന മനുഷ്യരുണ്ട്. അവർ നിലമ്പൂർ ആശുപത്രിയിലാണുള്ളത്. അവർ ചാലിയാർ പുഴയിലൂടെ ഒലിച്ച് എത്തി വന്നവരാണ്. ഈ നിലവിൽ നമുക്ക് അത്തരത്തിൽ 6 മൃതദേഹ അവശിഷ്ടങ്ങളാണ് നിലമ്പൂർ ആശുപത്രിയിൽ ഇത്തരത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മുണ്ടക്കൈ ഭാഗം കേന്ദ്രീകരിച്ച് രക്ഷാ ദൗത്യം പുരോഗമിക്കുകയാണ്. കൂടുതൽ പേരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതിനിടയിൽ ചിലപ്പോഴൊക്കെ കാലാവസ്ഥ വില്ലനായി വരുന്നത് ഈ രക്ഷാദൗത്യത്തിന് വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ശ്രുതി, റിയാസ്, ഈ വിവിധ ആശുപത്രികളിൽ ഒത്തിരി പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കണക്കും കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. 100ഓളം പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികൾ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? 128-ലധികം പേരാണ് പരിക്കേറ്റ് നിലവിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഈ രക്ഷാദൗത്യം പുരോഗമിക്കുന്ന മുറയ്ക്ക് ആ പരിക്കേറ്റ് ആശുപത്രികളിലെത്തുന്നവരുടെ എണ്ണം വീണ്ടും വർദ്ധിക്കും. കാരണം അങ്ങനെ അതായത് വീടുകളിൽ, മുണ്ടക്കൈയിലെ എല്ലാം വീടുകളിൽ കുടുങ്ങി പെട്ടുപോയ ആളുകൾ, അവരെയെല്ലാം തന്നെ ഇക്കരെ എത്തിക്കുന്ന സാഹചര്യത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റു, എത്ര പേർ അവിടെ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്, ജീവനോടെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ സാഹചര്യത്തിൽ വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും നിലവിൽ 128 പേരാണ്. അതിൽ 89 പേരും വിംസ് ആശുപത്രിയിലാണ് ഉള്ളത്. മറ്റുള്ളവർ മറ്റ് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിട്ടുണ്ട്. ഈ മുണ്ടക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത് വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു പ്രവർത്തനം കൂടി നടന്നു വരികയാണ്. റിയാസ്, അതുപോലെ തന്നെ റിയാസ് ഇപ്പോൾ പറഞ്ഞു വീണ്ടും ഒരു ഉരുൾപൊട്ടൽ നടന്നു. നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്തതാണ്. മലവെള്ളപ്പാച്ചിലുണ്ടായി. അവിടെ എന്തെങ്കിലും ദുരന്തം ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? നിലവിൽ മുണ്ടക്കൈയിലെ ഭൂരിഭാഗം വീടുകളും മണ്ണിനടിയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് വീടുകളെല്ലാം തന്നെ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. വാഹനങ്ങളടക്കം അട്ടമലയും പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ചൂരൽമല മേഖലയെയും ഈ ഒരു ദുരന്തം വളരെ ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു ടൗൺ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ മണ്ണിനിടയിൽ ഒരു നഗരം, ഒരു പട്ടണം ഉണ്ടായിരുന്നു എന്ന്, ഒരു മലയോര പട്ടണം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ
ശക്തമായി തന്നെ സൈന്യം ഉൾപ്പെടെയുള്ള സംവിധാനം NDRFും എല്ലാം ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നു വരികയാണ്. രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ചോദിച്ചോട്ടെ, അതായത് ഒരു പാലം, താൽക്കാലികമായി പാലം നിർമ്മിക്കാനുള്ള ഒരു ശ്രമം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതുപോലെ റോപ്പ് വേ വഴി ആളുകളെ രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് എത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ 330 അടി ഉയരത്തിലുള്ള പാലം നിർമ്മിക്കാനുള്ള അത്തരം ശ്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? സൈന്യം ഇപ്പോൾ എത്തിപ്പെട്ട സ്ഥലങ്ങളിലെ ചില കാഴ്ചകൾ സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥർ തന്നെ ചില ദൃശ്യങ്ങൾ അയച്ചു തരുന്നുണ്ട്. അത് എന്തായാലും ഞാൻ അവിടത്തേക്ക് അയക്കാം. അത് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി അതിൻ്റെ ഈ ഒരു ദുരന്തത്തിന്റെ ഗൗരവം, ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ അത് ഏറെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത്രയധികം ഒരു ഗൗരവകരമായൊരു സാഹചര്യമാണ് ഉള്ളത്. അവിടേക്കാണ് സൈന്യം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സൈന്യം ഒരാളെ രക്ഷപ്പെടുത്തുന്നത് കാണാം. ഒപ്പം തന്നെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ ഒരു വീട് കാണാം. ഈ വാഹനങ്ങൾ കാണാം, തകർന്നടിഞ്ഞ വാഹനങ്ങൾ കാണാം, ചെളി കയറിയ വാഹനങ്ങൾ കാണാം. ഒപ്പം സൈന്യം ഈ മണ്ണിനടിയിൽ, അതായത് തകർന്ന് തരിപ്പണമായ വീടിന് അടിയിലേക്ക് പോയി തിരച്ചിൽ നടത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു മൃതദേഹം, ആ ഒരു വളരെ വേദനാജനകമായൊരു കാഴ്ചയുണ്ട്. അത് ഡെസ്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകർക്ക് കാണിക്കാൻ സാധിക്കുമെന്ന് ഒരു വേദനാജനകമായൊരു കാഴ്ചയാണ്. എന്തായാലും 122 ഇൻഫൻട്രി ബറ്റാലിയൻ ടെറിട്ടോറിയൽ ആർമിയുടെ സൈനികർ അവിടെ ഈ മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ വളരെ വേദനാജനകമായ കാഴ്ചകളാണ് ഇതെല്ലാം എന്നുള്ളത്. ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെയും ഒക്കെ പ്രേക്ഷകർക്കായി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ ചെളിയിൽ അകപ്പെട്ട് ഈ നിൽക്കുന്ന അവരെ രക്ഷപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. റിയാസ്, അതുപോലെ തന്നെ നേരത്തെ റിയാസ് തന്ന വിവരം അനുസരിച്ച് 2 ഡോക്ടർമാരെ കാണാതായി എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നും എത്തിയ ഡോക്ടർമാരാണോ ഈ ദുരന്തഭൂമിയിൽ നിന്ന്? അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചിട്ടുണ്ടോ? എന്തായാലും സൈന്യം ഇപ്പോൾ റിവർ ക്രോസിംഗിലൂടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇപ്പോൾ ശ്രുതി ചോദിച്ചതുപോലെ 2 ഡോക്ടർമാരെ നേരത്തെ കാണാതായിരുന്നു. അവർ എന്ന് പറയുന്നത് ഈ ഡൽഹിയിൽ നിന്നും വന്ന 2 ഡോക്ടർമാർ, ഡോക്ടർ സ്വാധീൻ പാണ്ഡെ, ഡോക്ടർ ബിഷ്ണു ചിൻഹാര എന്നിവരെയാണ് കാണാതായത്. അതിനിടെ അവരെല്ലാം കണ്ടെത്താനുള്ളൊരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ അവിടെ പ്രധാനമായും നടക്കുന്നത്. വളരെ അധികം എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരു കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുക, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ്. ഈ വെള്ളാർമല വില്ലേജ് ഓഫീസ് അടക്കമുള്ള അത് നിലനിന്നിരുന്ന പ്രദേശത്തടക്കം 2 ദിവസം മുമ്പ് തന്നെ ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകുകയും അവിടെ നിന്നും മാറി താമസിക്കണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ആളുകളോട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ചില ആളുകൾ മാറുകയും ചെയ്തിരുന്നു. അങ്ങനെ മാറി താമസിച്ച ആളുകൾ പൂർണ്ണമായും രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ അതിനൊന്നും പറ്റാതെ പല കാരണങ്ങളുണ്ടാകാം. മാറി താമസിക്കാൻ ഇടങ്ങളില്ലാത്ത ആളുകളുണ്ടാകാം. കാരണം പാടികളാണ് കൂടുതലും ഇവിടെയുള്ളത്. തേയിലെന്നുള്ളി അന്നന്ന് ജീവിതം മുന്നോട്ട് നീക്കുന്ന ആളുകളാണ്, മനുഷ്യരാണ്. ഏറ്റവും നിർധനരായ മനുഷ്യരുള്ള ഒരു മേഖല കൂടിയാണ്. അങ്ങനെയുള്ളവർക്ക് മാറി താമസിക്കാൻ ചിലപ്പോൾ ഇടങ്ങൾ ഉണ്ടാകണം എന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അത്തരം ആളുകളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വളരെ വേദനാജനകമായ കാഴ്ചകളാണ് ഇപ്പോൾ മുണ്ടക്കൈയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യർ ഈ പറഞ്ഞതുപോലെ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ജീവച്ഛവമായി അല്ലെങ്കിൽ ജീവനറ്റ് ചേതനയറ്റ് കിടക്കുന്ന മനുഷ്യ ശരീരങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ 93 മരണസംഖ്യ. ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ നിലമ്പൂർ മുണ്ടേരിയിൽ നിന്നും നമ്മളോടൊപ്പം അശോകൻ ചേരുന്നുണ്ട്. അശോകൻ, നേരത്തെയും നമുക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. മുണ്ടേരിയിലെ ഈ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ ഒരു കാഴ്ചയൊക്കെ അശോകൻ നമുക്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ഏറ്റവും പുതിയ